ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഏത് സമയത്തും ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നൊരു സ്ട്രീറ്റൊക്കെയാണിത് എന്നുള്ളത്. അതായത് 2 മണി 3 മണി 2:30 വരെ ഇവിടുത്തെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരിക്കും. ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെയാണ് എല്ലാവരും പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ തന്നെ ഫസ്റ്റ് തന്നെ ചപ്പിൾസാണ് കാണുന്നത്. 99, 199 ഇങ്ങനെയൊക്കെ പ്രൈസിലാണ്, ഫിക്സ്ഡ് റേറ്റിലാണ് അവിടെ ഉള്ളത് കേട്ടോ. ചിലത് ഫിക്സ്ഡ് റേറ്റാണ്, ചില ഷോപ്പുകളിലൊക്കെ അല്ലാത്തുണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ ഷോപ്പ്, ഞങ്ങളെ കൂട്ടത്തിലെ ഒരാൾക്ക് ഇങ്ങനെ ഗണപതിൻ്റെ വിഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഷോപ്പുകളുണ്ട്. ഓരോ ഷോപ്പിലും കയറുമ്പോൾ ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള പ്രൈസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത വിലയൊക്കെ പറഞ്ഞിട്ട് പോകും കേട്ടോ അവർ. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓക്കെ പറഞ്ഞിട്ട് വാങ്ങണ്ട. 1000 രൂപ അവർ നമ്മോട് പറയും. പക്ഷേ നമ്മൾ ആ പറഞ്ഞ സമയത്ത് തന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് പണിയെടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പോയിട്ടോ. പക്ഷെ അതിൻ്റെ പകുതി വില നമ്മൾ പറയാൻ ശ്രമിക്കണം. പകുതി എന്നല്ല, എത്രത്തോളം ബാർഗെയിൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബാർഗെയിൻ ചെയ്തിട്ട് വേണം നമുക്ക് വാങ്ങാൻ. ഇതൊക്കെ കണ്ടോ, ഈ മഗ്ഗിന് ഞങ്ങളുടെ ആദ്യം പറഞ്ഞത് ഒന്നിന് 300 രൂപയാണ്. പിന്നെ ലാസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് 150 കേട്ടോ. 180 രൂപക്ക് കിട്ടി. 2 എണ്ണമൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ 180 രൂപക്ക് തന്നെ. ഇങ്ങനെ ഒരുപാടുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ അതൊക്കെ. പിന്നെ അതൊക്കെ തൊപ്പിയാണ്. അതായത് ഇതിനൊക്കെ പല പല പ്രൈസുമാണ് പറയുന്നത് ഓരോ ഷോപ്പിലും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്ന് കാണാൻ കേട്ടോ. പിന്നെ ഞങ്ങളില്ലേ ചില ഷോപ്പിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ മലയാളീസാണെന്ന് അറിഞ്ഞ സമയത്ത് അവർ ചിരിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്നാ, അവരോട് ഏറ്റവും കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്നത്, അതായത് വില പേശുന്നത് നമ്മളെ ടീമാണ്. കുറച്ച് തരുമോ, ഒന്നും കൂടെ കുറക്കുമോ എന്ന് ചോദിച്ചിട്ട് പറയുന്നത് നമ്മളെ ടീം മാത്രമായതുകൊണ്ട് അവർക്ക് നമ്മളെ കാണേണ്ട സമയത്ത് ഒരു ചിരിയാണ് വരുന്നത്. ചിരി എന്നല്ല, കളിയാക്കി ചിരിച്ചിന്. എന്നാലുണ്ടോ നമ്മൾ വിട്ടെടുക്കണ്, വീണ്ടും നമ്മൾ ഒന്നും കൂടെ കുറക്കിന്ന് പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ വേണ്ട, ഓക്കെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് പോവുകയും ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മൾ വിളിക്കും കേട്ടോ. അതാ നിങ്ങൾ പറഞ്ഞ റേറ്റിന് ഇതാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്ന് തരും. ഇതൊക്കെ കണ്ടോ, ഈ കാണുന്നതിനൊക്കെയാണ് 20 രൂപ. താഴെ കാണുന്നതിന് ആ ഷെൽഫിൽ വെച്ചതല്ല, നമ്മൾ ഈ താഴെ കാണുന്ന സംഭവങ്ങളുണ്ടല്ലോ, ബണ്ണ് അതേപോലെ തന്നെ സ്ലൈഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ചില ബണ്ണൊന്നും നമുക്ക് ഇടാൻ പറ്റാത്ത രൂപത്തിലുള്ളതാണ്. കാരണം പണ്ടത്തെ കാലത്തില്ലേ മുല്ലമുട്ടിൻ്റെ ഇതൊക്കെ ഒരു മുടിമുത്തി, അതൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതൊക്കെ ഇട്ട് ആകെ മുടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയുള്ള മുടിയും പോകും ചെയ്യും. അപ്പോൾ അതൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പക്ഷേ ഓലിയെ പുറത്ത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ടാവും, 20 രൂപ, RS20 അല്ലെങ്കിൽ RS10 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതും കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. അതിൻ്റെ ഉള്ളിൽ കയറിയാലോ ചെറിയൊരു സാധനത്തിന് മാത്രമാണ് ഓള് 20 രൂപയും 10 രൂപയൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ അവരോട് വില പേശിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഗോവയൊക്കെ. അപ്പോൾ അവർ പറഞ്ഞൊരു എമൗണ്ടിന് എടുക്കാനുള്ള ആളുകളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. നമ്മൾ മിഠായിത്തെരുവിൽ, കോഴിക്കോട് മിഠായിത്തെരുവിലൊക്കെ പോയി നമുക്ക് വില പേശിയാലൊക്കെ ചിലപ്പോൾ കിട്ടും. അല്ലെങ്കിൽ ഒറ്റടിക്ക് വിറ്റഴിക്കണ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. 5 എണ്ണം 10 എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ വിറ്റഴിക്കണേ. അങ്ങനെയൊന്നും അവിടെ കിട്ടൂല കേട്ടോ. പിന്നെ ഷോപ്പിങ്ങിന് അത്യാവശ്യം കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആ സ്ട്രീറ്റിലൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഈ ശംഖിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പിന്നെ മാലകൾക്കാണ് കണ്ടോ, മാലകൾ പലതരത്തിലുണ്ട്. അത് ഏത് അവിടുത്തെ ഏത് സ്ഥലത്ത് പോയാലും, അതായത് ഡെസ്റ്റിനേഷനിൽ പോയാലും അവിടെയൊക്കെ ഈ ഒരു 100 രൂപൻ്റെ മാല ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും. അത് വലിയ വലിയ കല്ല് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ 10 രൂപൻ്റെ സംഭവങ്ങളും ഇതൊക്കെയാണ് കേട്ടോ അവിടെ നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചെറിയ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഒരുപാട് നല്ല ഭംഗിയുള്ള ബാംഗിൾസ്, ക്ലിപ്പ്, അതേപോലെ തന്നെ സ്ലൈഡ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ. കുറഞ്ഞൊക്കെ പ്രൈസിന് കിട്ടേണ്ട കാര്യങ്ങൾ. എല്ലാത്തിനൊക്കെ നല്ല പ്രൈസാണ്. കാരണം ഡ്രസ്സിനൊക്കെ നല്ല പ്രൈസ് ഉണ്ട്. നമ്മളിവിടുത്തെ പോലെ ഒന്നല്ല. ഈ ബാഗ് ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞി ബാഗ് ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല എമൗണ്ടാണ് അവർ പറയുന്നത് കേട്ടോ. 300 400 ഒക്കെയാണ് പറഞ്ഞത്. അങ്ങനെ എനിക്കൊരു കുഞ്ഞി ബാഗും കൂടെ വേണ്ടിന്. ഏതായാലും തർക്കിച്ചിട്ടൊരു 180 രൂപക്ക് ഞാൻ ആ ബാഗും കയ്യിലാക്കി. പിന്നെ ഇവിടെ അഫോർഡബിൾ പ്രൈസിലായിട്ട് തോന്നിയത് ഈ ക്യാഷ് നെറ്റിനാണ്. 400 മുതൽ 800 അങ്ങനെ കിലോന് കണക്കിന് വരുന്നത്. ഏതായാലും ഇവിടുന്ന് ഇത് കുറച്ച് വാങ്ങിയിട്ട് പർച്ചേസിങ് കഴിഞ്ഞ്. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.